ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വാട്സപ്പ് വഴി ഇനി നമുക്ക് സ്റ്റിക്കറൊക്കെ വാട്സപ്പിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അയക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു ഫീച്ചർ നമുക്ക് എങ്ങനെയാണ് അയക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഈ ഒരു ഫീച്ചർ കിട്ടാനായിട്ട് വാട്സപ്പ് ഇതുവരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഫീച്ചർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജിപരമായ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ആർക്കെങ്കിലും അയക്കുന്ന ചാറ്റ് ഓപ്ഷനിൽ നിങ്ങൾ ഈ ഒരു ചാറ്റ് ചെയ്യുന്നതിന് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഇമോജി എടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഇമോജിയുടെ ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇമോജി, ജിഫ്, സ്റ്റിക്കർ. ഈ സ്റ്റിക്കറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെന്നിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ഇതാണ് പെന്നിൻ്റെ ഐക്കൺ. ഈ ഒരു പെന്നിൻ്റെ ഐക്കണിലാണ് നമ്മൾ സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഐക്കൺ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഇമേജ് ഇവിടുന്ന് സ്റ്റിക്കറായിട്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ അതിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളതനുസരിച്ച് ചെയ്യുക. ശേഷം ഇവിടെ ഞാൻ ഒരു മീഡിയം വലിപ്പത്തിൽ വെച്ച ശേഷം ഇവിടെ നമുക്കിനി ഇവിടുന്ന് അഡീഷണലായിട്ട് എന്തെങ്കിലും ഇവിടുന്ന് ഇമോജികൾ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാം. നമ്മുടെ ഗ്യാലറിയിലല്ല, നമ്മുടെ വാട്സപ്പിൽ സ്റ്റോറായി കിടക്കുന്ന കുറച്ച് ഫേവറേറ്റായിട്ട് ആഡ് ചെയ്ത കുറച്ച് ഇമോജികൾ ഇവിടെ വരും. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്ലോക്ക്, ടൈം, ആരോ അങ്ങനെയുള്ള കുറേ ആഡ് ചെയ്യാം. ഇവിടെ ഇമോജി സെലക്ഷന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഇതുണ്ട്, നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു റൗണ്ട് ഇവിടുന്ന് ആഡ് ചെയ്ത് കാണിച്ചാൽ ഇതിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും ഇങ്ങനെ. അപ്പോൾ ഇത് നമുക്കിവിടെ ഡൺ കൊടുത്താൽ അതവിടെ നിൽക്കും. ശേഷം ഇവിടെ ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റിൻ്റെ പല ഫോണ്ടുകളുണ്ട്. അത് നമുക്കിവിടെ കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ അതിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിലിവിടെ ഇനി ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടീയിൽ സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് എന്തെങ്കിലും കൈ കൊണ്ട് വരച്ചെഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പെന്നിൻ്റെ ഐക്കണിൽ സെലക്ട് ചെയ്താൽ നമുക്കിവിടെ കളർ മാറ്റാം. ഇഷ്ടമുള്ള കളറിൽ നമുക്കിവിടെ എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതാൻ സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് എഴുതാം. എന്നിട്ട് ഇവിടെ ഡൺ കൊടുത്താൽ അത് സേവ് ആവും. ഇതാർക്കെല്ലാം സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സെൻഡ് കൊടുത്താൽ അതങ്ങനെ സെൻഡ് ആയിക്കോളും. ഇനി ഇത് ഇവിടുന്ന് ആർക്കെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഫോർവേഡ് ചെയ്യാം. അപ്പം ഒരു തവണ സ്റ്റിക്കർ മേക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വാട്സപ്പിൽ വന്ന ഒരു ഫീച്ചർ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഫീച്ചർ കിട്ടിയോ ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ടെക്നോളജി അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്